SCERT ബേസിക് സയൻസ് പാഠഭാഗത്തുനിന്നുള്ള മറ്റൊരു ഓഡിയോ ക്ലാസ്സാണ്. ഇന്നത്തെ ഓഡിയോയിൽ 8ാം ക്ലാസ്സിലെ ബലം എന്ന ചാപ്റ്ററും കാന്തികത എന്ന ചാപ്റ്ററുമാണ് പറയുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ചലന നിയമം, ഗുരുത്വാകർഷണ നിയമം എന്നിവ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ച വർഷം 1705. ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന കൃതി രചിച്ച ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൺ. മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലം പേശീബലം. കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവമുണ്ട്. കാന്തം പ്രയോഗിക്കുന്ന ഈ ബലം കാന്തിക ബലം. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നതിന് കാരണം സ്ഥിത വൈദ്യുത ബലം. പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലമുണ്ട്. ഇത്തരം ആകർഷണ ബലം അറിയപ്പെടുന്നത് ഗുരുത്വാകർഷണ ബലം. ചലനവുമായി ബന്ധപ്പെട്ട ബലം പൊതുവെ അറിയപ്പെടുന്നത് യാന്ത്രിക ബലം. വിവിധതരം ബലങ്ങൾ ഏതൊക്കെയാണ്? പേശീബലം, കാന്തിക ബലം, സ്ഥിതവൈദ്യുത ബലം, ഗുരുത്വാകർഷണ ബലം. നെക്സ്റ്റ്, വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്ക ബലം. വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാനമായി അനുഭവപ്പെടുന്ന ബലമാണ് ഘർഷണബലം. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ബലം ഉരുളൻ ഘർഷണം. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരങ്ങി നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണം നിരങ്ങൽ ഘർഷണം. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരങ്ങി നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണബലം നിരങ്ങൽ ഘർഷണം. ഉരുളൻ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കൻസ്. ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. വള്ളങ്ങൾ, വിമാനങ്ങൾ തുടങ്ങിയവ പ്രത്യേക ആകൃതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിന് കാരണം ജലവും വായുവും പ്രയോഗിക്കുന്ന ഘർഷണം കുറയ്ക്കുന്നതിനു വേണ്ടി. ഘർഷണം കുറയ്ക്കുന്നതിനായി വസ്തുക്കളെ പ്രത്യേക രീതിയിൽ രൂപപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ധാരാരേഖിതമാക്കൽ അഥവാ സ്ട്രീം ലൈനിങ്. മർദ്ദത്തെ സംബന്ധിച്ച പാസ്കൽ നിയമം ആവിഷ്കരിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ബ്ലേസ് പാസ്കൽ. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലം വ്യാപക മർദ്ദം. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ ഓർ ന്യൂട്ടൺ പെർ എം സ്ക്വയർ. ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. ഉദാഹരണം, കെട്ടിടങ്ങളുടെ അടിത്തറ വീതി കൂട്ടി നിർമ്മിക്കുന്നത്. പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു. ഉദാഹരണം, കത്തിയുടെ വായ്ത്തല കനം കുറച്ച് നിർമ്മിക്കുന്നതും തുന്നൽ സൂചിയുടെ അഗ്രം കൂർത്തതായി നിർമ്മിക്കുന്നതും. ഒരു ദ്രാവകം നേരിട്ട് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദമാണ് ദ്രാവക മർദ്ദം. ഭൂമിക്ക് ചുറ്റുമുള്ള വായുവിൻ്റെ ആവരണം അന്തരീക്ഷം. അന്തരീക്ഷത്തിൻ്റെ അസ്തിത്വം തെളിയിച്ചത് മഗ്ദീബർഗിലെ ഓട്ടോ വാൻ ഗെറിക്. അന്തരീക്ഷത്തിൻ്റെ അസ്തിത്വം തെളിയിച്ചത് ആരാണ്? മഗ്ദീബർഗിലെ ഓട്ടോ വാൻ ഗെറിക്. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുരൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷമർദ്ദം. പർവ്വതാരോഹകർ മുകളിലേക്ക് പോകുന്തോറും മൂക്കുകളിലൂടെ രക്തസ്രാവം ഉണ്ടാവാൻ കാരണം അന്തരീക്ഷമർദ്ദം കുറയുന്നതിനാൽ. അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റ് ബാർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. കാന്തം ആദ്യമായി കണ്ടെത്തിയ സ്ഥലമാണ് മഗ്നീഷ്യ.
മഗ്നീഷ്യയിൽ നിന്ന് കണ്ടെത്തിയ ധാതുവിന് കൊടുത്ത നാമം മാഗ്നറ്റൈറ്റ്. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന കാന്തങ്ങളാണ് സ്വാഭാവിക കാന്തങ്ങൾ. സ്വാഭാവിക കാന്തങ്ങൾ സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ ഒരു പ്രത്യേക ദിശ സൂചിപ്പിക്കുന്നതിനാൽ അവ അറിയപ്പെടുന്നത് ലീഡിംഗ് സ്റ്റോൺ. സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അത് എല്ലായ്പ്പോഴും സൂചിപ്പിക്കുന്ന ദിശ തെക്ക് വടക്ക് ദിശ. കാന്തത്തിൻ്റെ ഭൂമിയുടെ വടക്കുദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഭാഗം കാന്തത്തിൻ്റെ ഉത്തരധ്രുവവും രണ്ടാമത്തെ അഗ്രം ദക്ഷിണധ്രുവവുമാണ്. കാന്തത്തിൻ്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലോഹസങ്കരമാണ് അൽനിക്കോ. ചക്രങ്ങളില്ലാതെ തന്നെ പാളത്തിന് മുകളിലൂടെ പാഞ്ഞു പോകുന്ന ട്രെയിനുകളാണ് മാഗ്ലെവ് ട്രെയിനുകൾ അഥവാ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ. അലൂമിനിയത്തിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ കേസിനകത്ത് സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന വിധം ക്രമീകരിച്ച കാന്തസൂചിയാണ് കാന്തിക കോമ്പസ്. ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ വർത്തിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഗിൽബർട്ട്. ഭൂമിക്ക് തെക്കും വടക്കും ധ്രുവങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഗിൽബർട്ട്. കാന്തിക ബലത്തിൻ്റെ സ്വാധീനം ദിശയും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കാന്തിക ബലരേഖ. യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണമാണ് ആ സ്ഥാനത്തുള്ള കാന്തിക ഫ്ലക്സ് സാന്ദ്രത. ഫ്ലക്സ് സാന്ദ്രത ഏറ്റവും കൂടുതൽ കാന്തത്തിൻ്റെ ധ്രുവങ്ങളിൽ ആയിരിക്കും. ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടാറുണ്ട്. കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്ന ഈ മേഖലയാണ് കാന്തിക മണ്ഡലം. കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് കാന്തിക പ്രേരണം. കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തിക ശക്തി അറിയപ്പെടുന്നത് പ്രേരിത കാന്തശക്തി. ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് വശകത. വശകതയിലൂടെ ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവാണ് റിറ്റൻറ്റിവിറ്റി. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ പച്ചിരമ്പ് പകരം ഉരുക്ക് ഉപയോഗിക്കാനുള്ള കാരണമാണ് ഉരുക്കിൻ്റെ ഉയർന്ന റിറ്റൻറ്റിവിറ്റി. കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവാണ് പെർമിയബിലിറ്റി. പച്ചിരുമ്പിൽ ചുറ്റിയ കവചിത ചെമ്പുകമ്പിയിലൂടെ വൈദ്യുതി കടത്തിവിട്ട് വൈദ്യുതകാന്തങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുതകാന്തങ്ങൾ നിർമ്മിക്കാം. വൈദ്യുതകാന്തങ്ങൾ നിർമ്മിക്കാൻ പച്ചിരുമ്പ് ഉപയോഗിക്കുന്നതിനുള്ള കാരണം എന്താണ്? പച്ചിരുമ്പിൻ്റെ റിറ്റൻറ്റിവിറ്റി കുറവായതിനാൽ. പച്ചിരുമ്പിൽ ചുറ്റിയ കവചിത ചെമ്പുകമ്പിയിലൂടെ വൈദ്യുതി കടത്തിവിട്ട് വൈദ്യുതകാന്തങ്ങൾ നിർമ്മിക്കാം. വൈദ്യുതകാന്തങ്ങൾ നിർമ്മിക്കാൻ പച്ചിരുമ്പ് ഉപയോഗിക്കുന്നതിനുള്ള കാരണം പച്ചിരുമ്പിൻ്റെ റിറ്റൻറ്റിവിറ്റി കുറവായതിനാൽ. വൈദ്യുതകാന്തങ്ങളെല്ലാം താൽക്കാലിക കാന്തങ്ങളാണ്. വൈദ്യുതകാന്തങ്ങളുടെ ശക്തി ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കമ്പിച്ചുരുളുകളുടെ എണ്ണം, വൈദ്യുതിയുടെ അളവ്, കമ്പിച്ചുരുളിനകത്തുള്ള പച്ചിരുമ്പിൻ്റെ ഛേദതല വിസ്തീർണം. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ 2 ചാപ്റ്ററുകളിൽ നിന്ന് പഠിക്കാനുള്ളത്.